ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കാർ ഹാങ്ങിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ്. ഇത് നമുക്ക് കാറിലും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വേണമെങ്കിലും അങ്ങനെയൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവറാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ മുഴുവൻ വീഡിയോ ഇതിലുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കളർ യാണും പിന്നെ ഹുക്ക് 2.5 mm കത്രിക നീഡിൽ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അത് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ യാണാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് 4 ചെയിനാണ്. 1 2 3 4. അപ്പോൾ നമ്മൾ 4 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ 4ാമത്തെ ചെയിനിൽ നിന്ന് ആദ്യത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. കണ്ടോ, ഇങ്ങനെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം 4 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. 2 3 and 4. 4 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഈ 4 ചെയിന് ആദ്യം ഇട്ടിട്ടുള്ള 4 ചെയിന് നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. ബാക്കി ഇതിലേക്ക് 11 ട്രിപ്പിൾ ക്രോഷ്യാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഹുക്കിൽ 2 തവണയാണ് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ആദ്യത്തെ ടൈലൻഡ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പോവാ. യാണ് ചുറ്റിയെടുക്കുക. ഇപ്പം അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവണയാണ് ചുറ്റുക. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. എഗെയിൻ യാണ് ചുറ്റിയെടുത്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതുപോലെ 11 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഒരെണ്ണമായി. ഇനി അടുത്തത് One, 2 and 3. അപ്പം നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തു. അപ്പം മൊത്തം ഇവിടെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 4 ചെയിന് നമ്മൾ ഒരെണ്ണമായിട്ട് കണക്കാക്കും. 2 3. അപ്പം 3 എണ്ണം മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം അതാ നമ്മൾ 12 ട്രിപ്പിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ചെയ്ത 4 ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിന്റെ മേലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. കാണണ്ടോ, കണ്ടില്ലേ? ഇനി ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെയിൻ ഇടുക. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാലൻസ് ഉള്ള 2 യാണ് തമ്മിൽ നമുക്ക് നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 യാണ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്നൊരു ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് കെട്ടി കൊടുക്കുക.
കണ്ടോ? ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലവറിന്റെ ഈ ഒരു ഭാഗമാണ്, ഹെഡ് പോർഷനാണ് ഈ വന്നിട്ടുള്ളത്. ഇനി ഇതിലാണ് നമ്മൾ ബാക്കി വർക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹെഡ് ഭാഗം എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഹോളിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഒരു ചെയിന് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഹുക്കിൽ ചുറ്റിയെടുത്തിട്ട് അതേ ഹോളിലേക്ക് തന്നെ ഇറക്കി കൊടുക്കുക. യാണ് വലിച്ചെടുക്കുക. നമ്മൾ വലിച്ചെടുത്തിട്ട് ഇത്രയും ലെങ്ത്തിൽ വലിച്ചെടുക്കുക. എഗെയിൻ വീണ്ടും ഒരു തവണ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വലിച്ചെടുക്കുക. അപ്പോൾ 2 തവണയായി. ഇങ്ങനെ മൊത്തം 6 തവണ ചെയ്തെടുക്കുക. 3 4 5 6. ഇപ്പൊ നമ്മൾ 6 തവണ ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഹുക്കിൽ ഇത്രയും യാൺ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു തവണ കൂടെ ഹുക്കിന്റെ മേലെ യാൺ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പൊ നമ്മൾ ഒരു പെറ്റല് ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾ 1 2 ഈ 2 ട്രിപ്പിൾ ക്രോഷ്യ വിട്ടിട്ട് മൂന്നാമത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതൊരു ഗ്യാപ്പ്. ഇത് നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഗ്യാപ്പ്, ഇത് രണ്ടാമത്തെ ഗ്യാപ്പ്, ഇത് മൂന്നാമത്തെ ഗ്യാപ്പ്. ഈ മൂന്നാമത്തെ ഗ്യാപ്പിലാണ് ഇനി അടുത്തതായിട്ട് പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനാദ്യം തന്നെ യാണൊന്ന് ചുറ്റുക. ആ ഹുക്കിന്റെ ഉള്ളിൽ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തിയിട്ട് ഇതേപോലെ തന്നെ വലിച്ചെടുക്കുക. കണ്ടോ? ഇത്രയും ലെങ്ത്തിൽ വലിച്ചെടുക്കുക. വീണ്ടും ഇങ്ങനെ 2 ഈ ആണ് ഇതിന്റെ കൂടെ വർക്ക് ചെയ്ത് പോവാട്ടോ. 3 4 5 6. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പെറ്റൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 6 പെറ്റൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി അടുത്തത് വർക്ക് ചെയ്യാൻ പോണത് ഈ 2 ട്രിപ്പിൾ ക്രോഷ്യ വിട്ടിട്ട് ഈ ഗ്യാപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും വിട്ടിട്ട് ഈ ഗ്യാപ്പിൽ ചെയ്യുക. അങ്ങനെ മൊത്തം 6 പെറ്റൽ ഉണ്ടാവും. 6 എണ്ണം ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിതപ്പോൾ ഇവിടെ 6 പെറ്റലും ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3 4 5 6. അപ്പോൾ 6 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ 6ാമത്തെ പെറ്റല് നമ്മൾ ആദ്യം ചെയ്ത പെറ്റലുണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നടുക്കത്തൊരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിലേക്ക് ഒന്നും കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 and 3. അപ്പൊ നമ്മള് 3 ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യാണ് ഇതിനുള്ളിൽ, ഈ സെയിം ഹോളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇതിന്റെ മേലേക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 and 3. 3 ചെയിൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ചെയിന് ഈ ഡബിൾ ക്രോഷ്യന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷ്യയാണ് ഇവിടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടോ? ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അഗെയിൻ ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. വീണ്ടും 3 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. 2
ആൻഡ് 3 3 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യാനായിട്ട് പോണത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇതേപോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക, 3 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 3 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ചെറിയ പെറ്റലാണ്, ഈ ഫ്ലവറിൻ്റെ നെക്സ്റ്റ് പെറ്റലാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഇതിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ബാക്കി വരുന്ന 4 ഹോളുകൾ ഉണ്ടാവും. ഈ 4 ഹോളിലും ഇതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഇതുപോലെ സിംഗിൾ ക്രോഷ്യയും ചെയ്തെടുക്കുക. ഇപ്പം മൊത്തം നമ്മൾക്ക് 12 ഡബിൾ ക്രോഷ്യ കിട്ടും. ലാസ്റ്റ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ചെയ്ത 3 ചെയിന് അതിൻ്റെ മേലക്കായിട്ട് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ചെയ്യാം, ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 6 ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഈ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. നീഡിൽ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കുന്നില്ല, എല്ലാത്തിലും കാണിക്കുന്നതാണ്. ഹൈഡ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടാവും. അപ്പോൾ അങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാനിതവിടെ 6 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ 3 യെല്ലോ കളറും 3 ഓറഞ്ച് കളറുമാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഫ്ലവറിന് ഒരു ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ യാൺ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയിൻ ഇട്ട് തുടങ്ങാം. ഇരുപത്തിരണ്ട് ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൗണ്ട് ചെയ്തിട്ട് 22 ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ 22 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ആ ചെയ്ത സിംഗിൾ ക്രോഷ്യൻ്റെ മേലെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത 2 ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കാനായിട്ട് പോണത്. 2 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. 1 and 2. ഇനി വരുന്ന ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കുന്നത്. 1, അടുത്ത ചെയിനിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക.
2 3 and 4. അപ്പോൾ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. അടുത്ത ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലീഫിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ചെയ്യാണ്. ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി വരുന്ന 2 ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വരുന്ന 4 ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 1 ചെയ്തു and 2. ഇനി വരുന്ന സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം കൂടെ ചെയ്തെടുക്കുക സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഒരു ഭാഗമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കണം. ലാസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യത്തെ ടൈൽ എൻഡ് ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് 2 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഇത് ലീഫിൻ്റെ അപ്പുറത്തെ സൈഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ശേഷം 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതേ പാറ്റേൺ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ലീഫ് മുഴുവനാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അതേ സ്റ്റിച്ചിൽ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ലീഫിൻ്റെ യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തതാണ് ആദ്യത്തെ ടൈൽ എൻഡ്. അത് കട്ട് ചെയ്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഹൈഡ് ചെയ്തു. ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റെമ്മിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് നമ്മൾക്ക് എത്രയാണോ ഫ്ലവറിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്നനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ആദ്യം ഒരു സ്റ്റെം ഉണ്ടാക്കുന്നത് ഒരു 80 to 90 ചെയിനൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് മൂന്നാമത്തെ സ്റ്റെം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കുറവ് ചെയിൻ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക.
അങ്ങനെ 3 വലിപ്പത്തിലായിട്ട് വേണം നമുക്ക് സ്റ്റെം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയിൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലെങ്ത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 ഭാഗത്തും അത്യാവശ്യം ടൈലൻറ്റ് വിട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ടൈലൻറ്റ് വിട്ടിട്ട് വേണം തുടങ്ങാനായിട്ട്. പിന്നെ യാണ് കട്ട് ചെയ്ത് മാറ്റുമ്പോഴും കുറച്ചധികം ടൈലൻറ്റ് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ലെങ്ത്തിനനുസരിച്ചിട്ട് ചെയിൻ ഇട്ടിട്ട് പോവുക. കണ്ടോ, അപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് കുറച്ചും കൂടി ചെറുതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ മൂന്നാമത്തെ ചെയിനാണ്, സ്റ്റെമ്മിൻ്റെ ചെയിനാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച 2 സ്റ്റെം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സ്റ്റെം എടുത്തിട്ടുണ്ട്. ഏറ്റവും ലോങ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്ലവർ എടുക്കുക, അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ യാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക. ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. അത്യാവശ്യം വലിയൊരു കെട്ടിട്ട് കൊടുക്കുക. ഇനി ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഒരു സ്റ്റെമ്മിൽ തന്നെ 2 കളറാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കളറ് ഒരു സ്റ്റെമ്മിൽ തന്നെ 2ഉം ഒരേ കളർ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റെം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തതിലും ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ ഹാങ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് എടുക്കുക. ഇതേപോലെ തന്നെ അതിലും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് 2 ഫ്ലവർ 2 സ്റ്റെം റെഡി ആയിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. കണ്ടോ, ഇത് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ മൂന്നാമത്തെ സ്റ്റെം കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലൊരു ഫ്ലവർ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഫ്ലവർ ജോയിൻ ചെയ്തു. രണ്ടാമത്തെ ഫ്ലവർ ജോയിൻ ചെയ്യണതിൻ്റെ മുന്നേ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ലെങ്ത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട അത്ര ലെങ്ത് ആയപ്പോൾ ഞാൻ ചെയിൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു.
ഇനി നമ്മൾ 3 സ്റ്റെമ്മും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സ്റ്റെം എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, 2 എണ്ണത്തിന് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ യാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഹാങ്ങിങ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാൻ ചെയിനിൻ്റെ എണ്ണൊന്നും പറയണില്ല, കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുതാക്കി ചെറുതാക്കി ഒക്കെ ചെയ്യാം. ഞാനിതാ ഇപ്പം ഇങ്ങനെ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്ക്, നമുക്ക് എത്രയാണോ ചെയിൻ വേണ്ടതെന്ന് വിചാരിച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക. കണ്ടോ, എനിക്കിപ്പോൾ ഇത്ര പോരാ, കുറച്ചും കൂടി ലെങ്ത്ത് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചെയിൻ ഇട്ട് കൊടുക്കും. കണ്ടോ, ഞാനിപ്പോൾ ഇത്രയും ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗത്ത് വെച്ച് ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ ജോയിൻ ചെയ്തു. ഇനി ഒന്നും കൂടെ സെൻറ്ററിൽ കൂടെ എടുത്തിട്ട് ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടി ബാക്കിയുണ്ട്. അത് അറ്റാച്ച് ചെയ്യാനുള്ള സ്റ്റെം ഉണ്ടാക്കി കൊടുക്കാം. പാകത്തിനനുസരിച്ചിട്ട് എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഞാനത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി ആ ഫ്ലവർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഹാങ്ങിങ്ങിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ലീഫ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടില്ല സെൻറ്ററിൽ, ആ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ ഹാങ്ങിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് സെൻറ്ററിൽ കൊടുന്ന് നിർത്താം. ഇപ്പോൾ ഞാൻ ഈ ലീഫ് ഇതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഫ്ലവർ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കാറിലും നമ്മളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഫ്ലവറിൻ്റെ കളർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.